ഹേ ഗായ്സ്, അപ്പോൾ ടുഡേയ്സ് വീഡിയോ ഈസ് അബൌട്ട് വെഡിങ് ആനിവേഴ്സറി, അച്ഛനും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്കൊരു സർപ്രൈസ് പ്ലാനിങ് ഉണ്ടായിരുന്നു ആൻഡ് അത് സക്സസ്ഫുള്ളി നടന്നു. അച്ഛനെ ഡ്യൂട്ടിക്കിടെ ഞാൻ വിളിച്ചു വരുത്തുകയും ഉറക്കപ്പിച്ചായിരുന്ന അമ്മേനെ ഞാൻ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ആൻഡ് വിശേഷ ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ആൻഡ് ഏറ്റുമാനൂർ അമ്പലത്തിൽ വരുന്നവർക്കറിയാം, അവിടെ വന്നാൽ തന്നെ സമാധാനമാണ്. ആവേശം കുറച്ചുകൂടിപ്പോയി. ആൻഡ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ആയ ഉത്സവമാകാറായി. അതിനുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് ഭാഗ്യവശാൽ ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയുമാണ്. പിന്നെ നമ്മൾ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് ഹോട്ടലായ ഓംകാറിലേക്കാണ്. മസാല ദോശ, അങ്ങനെ മസാല ദോശ കഴിക്കാൻ പറ്റും. അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് മസാല ദോശ മസ്റ്റാണ്. ആൻഡ് ഓംകാർ, ഇവിടുത്തെ മസാല ദോശനെ പറ്റി പറയാൻ എനിക്ക് വേറെ വാക്കുകളൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനൊരു കേക്കും കൂടെ വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ ചെന്നത്. വെഡിങ് ആനിവേഴ്സറിയോ 23 years ആയിട്ട് അമ്മ ഇങ്ങനെ ഒരു പോലീസുകാരനെ സഹിച്ചതിന് അമ്മയ്ക്കൊരു അവാർഡ് കൊടുക്കേണ്ടതാണ് ശരിക്കും. എന്നാലും ദേ ബോത്ത് ആർ ലൈക്ക് അടയും ചക്കരയും. നമുക്കൊരു ജോലി ഇല്ലെങ്കിലും ഗിഫ്റ്റിംഗ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയുണ്ടത്? ഞാൻ നേരത്തെ ഗിഫ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇവരുടെ ഫേസിൽ നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഉള്ള സന്തോഷം ആൻഡ് അത് വേറൊരു ഫീൽ തന്നെയാണ് ഗൈസ്. ആൻഡ് നൈറ്റ് ആയപ്പോൾ നമ്മൾ കഴിക്കാൻ വെളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ദ ഫേമസ് ഷവായി റെസ്റ്റോറൻറ്റ് ഇൻ ഏറ്റുമാനൂർ സ്വന്തം അടുത്ത് നമുക്കുള്ളപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? ആൻഡ് ഇവരുടെ ഫുഡ്, ഇതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അത്രയ്ക്കും കിടിലം. ഇതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് എന്തായാലും ഒരു വീഡിയോ ഇടും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, ബൈ ഗൈസ്.